ഹലോ, അസ്സലാമു അലൈക്കും. എവിടെ മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കും ഇവിടെ സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വെള്ളിയാഴ്ച ദിവസം, ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, അപ്പം നമുക്ക് ബീഫൊക്കെ കിട്ടി കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ നിങ്ങൾ വിചാരിക്കും ഈ കുക്കിങ്ങിന്, പിന്നെ ഇപ്പോൾ എന്തപ്പെടുക, നമ്മൾ പുറത്തൊന്നും അങ്ങനെ പോകുന്ന ആൾക്കാരല്ലേ, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടുന്ന് സിദ്ധാവരം വരും, അത്ര അല്ലാതെ വേറെ വിശേഷിച്ചിട്ടുള്ളൊരു കണ്ടൻറ്റൊന്നും എൻ്റെ വീഡിയോയിലില്ല കേട്ടോ. എന്നാൽ അൽഹംദുലില്ലാഹ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കണം. അങ്ങനെ എന്താ വെള്ളിയാഴ്ച ദിവസമല്ലേ, അങ്ങനെ ബീഫൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അടിച്ചൊരു തുടക്കലൊക്കെ കോരി വെച്ചതാണ് കേട്ടോ. സിഫ്നാക്ക് ഈ ഹോളും അതിൻ്റെ അപ്പുറത്തേക്കില്ല അടിച്ചു വാരൽ, തുടക്കൽ, ബാത്റൂമുകൾക്കുള്ള തേച്ചകൽ, ഈ പണിയൊക്കെ സിഫ്നാക്ക്. ഈ കിച്ചൻ്റെ ഇവിടുന്ന് ഹോളൊന്നുമില്ല, അങ്ങോട്ട് കോരി വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഓളത് അവിടെ അടിക്കും തുടക്കുകയൊക്കെ ചെയ്തിട്ട് ഓളോട് ഞാൻ പറഞ്ഞു, നീ വാതിൽ, ഈ കിച്ചണിക്കില്ല വാതിലങ്ങ് അടച്ചു കൊടുത്തിട്ട് ഓൾ ഇവിടം വരെ അടിച്ചു വരിട്ട്. അപ്പം എനിക്ക് ഇവിടെ എന്താക്കാനുണ്ട്, കറി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വലിയമ്മ ഒരു കഷ്ണം കുമ്പളങ്ങ കൊടുന്നതിന്, അപ്പോൾ ഞാൻ വിചാരിച്ച് കുമ്പളങ്ങയും ബീഫും വെച്ചാൽ സൂപ്പറായിരിക്കുമല്ലോ. പക്ഷെ നോക്കുമ്പോൾ അത് മക്കൾക്ക് വെക്കേ വേണ്ടാന്നും പറഞ്ഞിട്ട്, അപ്പം വിചാരിച്ച് ഇന്ന് എന്തായാലും സാമ്പാർ വെക്കാം, സാമ്പാറിലേക്ക് ഇടാമെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഓളെന്താക്കുക, അവിടെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് മുന്നത്തെ ഞാൻ പറഞ്ഞ്, നീ ഹാളും അതെല്ലാം അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് നീ ഇപ്പുറത്തേക്ക് വാ, ആ ഗ്രില്ല് പൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. എന്നാൽ പിന്നെ എനിക്കിവിടെ കറിയെല്ലാം വെച്ച് കഴിഞ്ഞ് ഇറച്ചി മുറിച്ച് അതെന്താക്കി, പിന്നെ ഇറച്ചി മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതവിടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയില്ല പണിയെടുക്കാമല്ലോ. അപ്പോൾ ഇതെന്താ അറിയാൻ ചെയ്യണത്, അപ്പോൾ എനിക്കിവിടെ അടിക്കാനും തുടക്കാനും ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി, ഈ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ മുറിച്ച് സമയം കളയണ്ട. അപ്പോഴത്തേക്ക് എന്താക്കറിയോ, ഈ കുക്കറിലേക്ക് നമ്മൾ ഇറച്ചി നല്ലോണം നന്നാക്കി അതിൻ്റെ വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓരോരോ സ്പൂണ് കുറേ ഇടണ്ട. എന്താ പറഞ്ഞാലും ഒന്ന് മല്ലി, മുളകും, ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് അതിന് പിടിക്കണം. വെറും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ മുളകും മല്ലിയൊക്കെ ഒന്നും കൂടി പിടിക്കോട്ടെ. അപ്പം ഞാൻ ലേശം മുളകും പൊടി, വലിയ എരിവില്ല മുളകും പൊടിയൊന്നുമല്ല. അപ്പം ഞാൻ ഒരു 1.5 സ്പൂണ് മുളകും പൊടിയും, 1 സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്താക്കുക, ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. കൈ കൊണ്ടായാലും ശരി, കയ്യിലുകൊണ്ടായാലും നല്ല എന്താക്കി കിളിമ്പി കുഴച്ചിട്ട് അടുപ്പത്തവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ എന്താ പറയുക, എൻ്റെ ട്രൈപ്പോഡ് കേട് വന്ന കാരണം കൊണ്ട് ഈ ഒരു കൈ കൊണ്ട് തന്നെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വീഡിയോ ഇത് കാണുള്ളൂ കേട്ടോ. ഈ ഒരൊറ്റ കൈ കൊണ്ടാണ് എടുക്കുന്നത്. എന്നിട്ട് എന്താക്കാറ്, നല്ല ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് നല്ലോണം കയ്യിലും കൊണ്ട് തന്നെ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതെന്താക്കുക, ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ കരിവേപ്പില പിന്നെയാണ് ഇട്ട് കൊടുത്തിന്, കരിവേപ്പില ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ എടുത്തോളൂ. എന്നിട്ട് ഇത് അടുപ്പത്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇത് വേകുമ്പോഴത്തേന് എന്താക്കുക, ഞാൻ എന്താക്കി അറിയോ, ഉള്ളൊക്കെ അടിച്ചു വാരി, പിന്നെ പെരിഞ്ഞ പാത്രങ്ങൾ 2-3 നമ്മൾ ഇന്നുണ്ടാവില്ല, ആ പാത്രങ്ങളൊക്കെ തേച്ച് ഈ ഇറച്ചി മുറിച്ചതും ആ മുട്ടിയും പിന്നെ കത്തിയും ഒക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഈ 2 റൂം വർക്ക് ഏരിയയും സ്റ്റോർ റൂമും അടുക്കളയാണ് ഞാൻ അടിച്ചെടുത്ത് കൊടുക്കുന്നത്. ഇത് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താക്കി കറി വെക്കാൻ നിന്നത്. അപ്പോഴത്തേക്കിനും എന്തായി, ഈ കുക്കറിൽ നല്ലോണം വിസിലടിച്ച് ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ഒറ്റക്കഥ എൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് വരുന്നു. പിന്നെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങോട്ട് പിന്നെ കറി അടുപ്പത്തവിടെ വെച്ചാലായല്ലോ. അല്ലെങ്കിൽ പറഞ്ഞാൽ എങ്ങനെയാവട്ടെ നമ്മളെ സൗകര്യം പോലെ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചീച്ച മല്ലിയും മുളകും അതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ട മല്ലിയും മുളകും ബീഫ് മസാലയും ഗരം മസാലയും ഇതൊക്കെ ഈ എണ്ണയിലേക്ക് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കുറേ കാണിച്ചതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതും ആണല്ലോ. പിന്നെ പറഞ്ഞാൽ അളവും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ ഇപ്പോൾ ചിലപ്പോൾ 1 കിലോ വെക്കുന്നവരുണ്ട്, 1 കിലോ വെക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇടുക. എന്നിട്ട് അത് നല്ല ബീഫൊക്കെ നല്ലോണം വെന്തിന് ഈ ബീഫ് എന്താക്കുക, ഇതൊക്കെ കൊട്ടിക്കൊടുക്കുക. അപ്പോൾ എന്താവും, നമ്മളെ പണിയും കഴിയും. പിന്നെ എന്തൊക്കെ അങ്ങനെ കറിയൊക്കെ ആയിട്ടോ. പിന്നെ എന്താക്കി ഇല്ലായ പാത്രങ്ങളൊക്കെ തേച്ചിതാ കറി അടിപൊളി സൂപ്പർ ബീഫ് കറി ആയിട്ടുണ്ട്. ഈ കറിയാക്കിയത് പിന്നെ ഞാൻ തേങ്ങാച്ചോറ് വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, വെള്ളിയാഴ്ച അല്ലേ. പിന്നെ എനിക്കൊന്ന് ഉച്ചൻ്റെ സുധാരം പോകാനുണ്ടായിന്, ഒന്ന് വേഗമൊക്കെ പോകാനുണ്ടായിന്. അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇതാക്കി. പിന്നെ വേഗം കുളിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നില്ല കേട്ടോ. ഇല്ല പാത്രങ്ങളും തേച്ച് വെച്ച് പിന്നെ നമുക്കവിടെ പണിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കറി, ഉള്ളിയും തക്കാളി, ഇഞ്ചിയൊക്കെ മുറിച്ച് നന്നാക്കി എല്ലാം ആയി അടുപ്പത്തേക്കും നേരാവും. അപ്പോൾ ഈ പണിയായി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.